ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടിക്കറ്റ് കൗണ്ടർ, ആർട്ട് മ്യൂസിയം ടിക്കറ്റ്, ആർട്ട് മ്യൂസിയം. മീനോട്ടി, നമ്മളിപ്പോ ഇത് എവിടെയാണ് നിൽക്കണേ? ഇത് നമ്മളെ മ്യൂസിയത്തിനകത്തുള്ള ആർട്ട് മ്യൂസിയം. ആർട്ട് മ്യൂസിയം ടിക്കറ്റ് കൗണ്ടറാണ്. തുറന്നിട്ടില്ല കേട്ടോ. ഒന്ന് ഇത് ടിക്കറ്റ് കൗണ്ടർ എന്നാണ് എഴുതിക്കുന്നത്, പക്ഷെ അവർ തുറന്നിട്ടില്ല. നോക്കട്ടെ. ടിക്കറ്റ് കൗണ്ടർ തുറന്നിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ചോദിക്കണോ? ആർട്ട് മ്യൂസിയം. ടിക്കറ്റ് എത്രയാണ്? ടിക്കറ്റ് 20 രൂപ. 20 രൂപ. ഇതെങ്ങനെയാണ് മൊത്തത്തിൽ കാണാനാണ്? മൊത്തം കാണാം. ഇതും കണ്ടിട്ടിറങ്ങാം. അപ്പുറത്ത് ഒരു മ്യൂസിയം ഉണ്ട്, അതും കൂടെ കാണാം. ആർട്ട് മ്യൂസിയം. മറ്റേ ചിത്ര എൻക്ലേവ്. അത് ആ ഫ്രണ്ടിൽ വന്ന് കയറുമ്പോഴത്തേക്ക് വലത് സൈഡ് അതാണ്. 20 രൂപ അല്ലേ? 5 വയസ്സുള്ള കൊച്ചിന് ടിക്കറ്റ് ഉണ്ടോ? 5 വയസ്സുള്ള കുട്ടിക്ക് ഹാഫ് ടിക്കറ്റ് എടുത്താൽ മതി. അപ്പൊ 3 എണ്ണം. ഒരാൾ 5 വയസ്സ്, അല്ലാതെ 2 പേര്. കുടുംബമാണോ? അതെ അതെ. അച്ഛനും അമ്മയും കുട്ടിയുണ്ടോ? മുതിർന്നവർ എത്ര പേരുണ്ട്? എന്താ? മുതിർന്നവർ എത്ര പേരുണ്ട്? 2 പേര്. 2 പേര്. കുട്ടികള്? കുട്ടിയുടെ ഒരാളാണ്. ഏതിലെ അപ്പുറത്ത് അപ്പൊ നമ്മള് എന്തിനു കാണാൻ പോവുകയാണ്? ആർട്ട് മ്യൂസിയം കാണാൻ പോവുകയാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ക്യാമറ ഉപയോഗിച്ചുകൂടാ. ടിക്കറ്റ് കൗണ്ടർ മാത്രമാണ്, ക്യാമറ ഉപയോഗിച്ചുകൂടാ. അപ്പൊ നമ്മള് പുറത്തുള്ളത് ഇതാ ഇങ്ങനെയുള്ളതിന്റെ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ ഒന്ന് കാണിച്ചു തന്നിട്ട് നമ്മൾ അകത്ത് കയറിയിട്ട് തിരിച്ച് പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു തരാം. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരാം. അല്ലാതെ അതെ, പിന്നെ നമ്മള് മൃഗങ്ങളെ കാണാൻ പോകട്ടെ. നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ പോകുന്നത് വേറെ ലെവലാണ്. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ ആർട്ട് മ്യൂസിയം. അങ്ങനെ നമ്മളെ കൂട്ടുകാരെ നേപ്പിയർ മ്യൂസിയത്തിന് അകത്തോട്ട് കയറി കേട്ടോ. അപ്പൊ ഇവിടെ ഫോട്ടോസ് എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, വീഡിയോസ് ഒന്നും എടുത്തുകൂടാ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എന്തിന്റെ മുമ്പിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സെൽഫി ഫോട്ടോസും ഒക്കെ എടുക്കാൻ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഒരുപാടൊന്നും എടുത്തില്ല, കുറച്ചൊക്കെ എടുത്തുള്ളൂ കേട്ടോ. അപ്പൊ മീനുകുട്ടി ഇതുവരെ ഇവിടെ കയറി, മീനുകുട്ടി മാത്രമല്ല ഞങ്ങൾ ആരും ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ കണ്ട കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതാണ് കേട്ടോ. എല്ലാം എടുക്കാൻ നിന്ന ശ്രീചിത്ര തിരുനാളിന്റെ കുറെ ഉടവാളും പിന്നെ കോട്ട് അങ്ങനെയുള്ളത്, പിന്നെ കിരീടം, പിന്നെ നമ്മള് വായിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ചെയറ്, പിന്നെ ആനക്കൊമ്പ് കൊണ്ടുള്ള ഒരുപാട് രൂപങ്ങള്, പിന്നെ ബുദ്ധന്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങള്, പിന്നെ കുറച്ച് വീഡിയോ ഇതൊക്കെ എടുത്തു. കുറേ കാര്യങ്ങള്. മീനുകുട്ടി എല്ലായിടത്തും ഓടി നടന്ന് കാണായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മള് കൃഷ്ണൻ, ശിവൻ, രാധ വിഗ്രഹങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ നേപ്പിയർ മ്യൂസിയത്തിനകത്ത് ഇരിക്കുന്നത്. ഈ ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്ത, സ്റ്റഡി ടൂറൊക്കെ പ്ലാൻ ചെയ്ത കുട്ടികൾക്ക് ഇതെല്ലാം കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്ത് അല്ലേ, ഒരു ദിവസം അവരെ കൊണ്ട് കറങ്ങാനുള്ള ഏരിയ ഫുള്ളായിട്ട് ഇവിടെ ഉണ്ട്. ഇത് ക്രിസ്ത്യ രീതിയിലുള്ളത്, നമ്മള് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണവും കാര്യങ്ങളൊക്കെ. ഇത് കലാരൂപങ്ങളൊക്കെ എല്ലാം ഇത്തിരിച്ച് എടുത്ത കേട്ടോ. ഫുള്ളായിട്ട് കുറെ ഉണ്ടല്ലേ. ഒരു മാക്സിമം കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അതെ. ഇത് മറ്റേ ഈ ആഭരണമൊക്കെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സൂക്ഷിച്ചു. കണ്ണാടി, അത് കൊള്ളാല്ലേ. അതെ, വേറെ ലെവൽ തന്നെയല്ലേ അത്. എന്ന് ഞാൻ മൊത്തത്തിൽ കാണാം. ഇതൊക്കെ പണ്ട് രാജകുമാരിമാരൊക്കെ ഒരുങ്ങുന്നതാണ്. മുഖം മൂടികൾ. മീനുട്ടി പേടിച്ച് നോക്കി നിൽക്കരുത്. എന്തിനെന്ന് കഴിച്ചിട്ട് കേട്ടോ. അതെ, പിന്നെ അതിനെ കുറിച്ചൊക്കെ പറയാനുള്ളതാണ്. എഴുത്തൊക്കെ എല്ലാത്തിന്റെയും താഴെ എഴുത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പിന്നെ അങ്ങനെയൊന്നും എടുത്തില്ല. ഇത് അന്ന് പണ്ട് രാജഭരണ സമയത്തൊക്കെ മറ്റേ ഇത് ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ, നമ്മള് ഓരോ രൂപങ്ങൾ, ഇതൊക്കെ വരപ്പും അങ്ങനെയൊക്കെ ഉള്ളത്.
പിന്നെ ഗാന്ധിജിയുടെ പ്രതിമ, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഒരുപാട് പിന്നെ ഏറ്റവും കാര്യങ്ങളുണ്ട്. കൂടുതൽ അവിടെ കുറേ വാദ്യോപകരണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് പോലും അവിടെ ഉണ്ടായിരുന്നു, അല്ലെ? നമ്മൾ ഇതുവരെ കാണാത്ത ഐറ്റങ്ങൾ പോലും വാദ്യോപകരണങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ പണ്ടൊക്കെ കൊട്ടാരത്തില് ഈ നൃത്തം, സംഗീതം ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഇത് പെയിന്റിംഗ് ആണ്. പെയിന്റിങ് എല്ലാം ഉണ്ട്. അതെ. പിന്നെ നാണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറെ നാണയങ്ങൾ ഇവിടെ ശരിക്കും ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട് നാണയങ്ങൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന. ഇത് പട്ട്, വീരാളിപ്പട്ട്, എന്താ പട്ട്, അത് പട്ടിന്റെ എണ്ണത്തിൽപ്പെട്ടതാണ്. ഓരോ രൂപങ്ങൾ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോഴത് രൂപങ്ങൾ ഇങ്ങനെ ഓരോ, അതായത് മഹാവിഷ്ണു, ദേവിയും അങ്ങനെയുള്ളത്, പിന്നെ അങ്ങനെയുള്ളത്. ഇത് നാണയങ്ങളാണ്. ഇത് പണ്ട് കാലങ്ങളിലുള്ള നാണയങ്ങൾ. നാണയങ്ങൾ ഏകദേശമുള്ള എല്ലാം നമ്മൾ ഫോട്ടോസ് എടുത്തായിരുന്നു. നാണയങ്ങളെന്ന് പറഞ്ഞാൽ അത് ഇത് സൂം ചെയ്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന. കുറച്ചുനാൾ കഴിയുമ്പോ മീന് കുട്ടിക്കും കാണണോന്നൊക്കെ പറഞ്ഞാലേ, അവളിപ്പൊ കുഞ്ഞല്ലേ, അവള് കുറച്ചു ദിവസം കഴിഞ്ഞാലും കണ്ടില്ലെന്നേ പറയുള്ളൂ. അപ്പോഴും നമുക്ക് എന്തെങ്കിലും കാണിച്ചൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നാണയത്തിന്റെ എടുത്തു. അത് വലുതായിട്ട് തന്നെ അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലേ, അത് ഫുള്ളായിട്ട് നാണയങ്ങളെല്ലാം എല്ലാ ഇനത്തിൽപ്പെട്ട കുറേ നാണയങ്ങൾ, ഒരുപാട് നമ്മുടെ പണ്ട് കാലങ്ങളിലുള്ള നാണയങ്ങൾ. പിന്നെ വാദ്യോപകരണങ്ങൾ, നന്നങ്ങാടികൾ, അങ്ങനെ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ വാദ്യോപകരണങ്ങൾ. പിന്നെ അതെ, പിന്നെ നമ്മുടെ ഈ ഇത് പണ്ടുള്ള ഭരണികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വാദ്യോപകരണങ്ങളാണ് എല്ലാം. അത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാദ്യോപകരണങ്ങൾ. പിന്നെ ഇതിന്റെ മുകളിലത്തെ നിലയെന്ന് ഇപ്പൊ ഓപ്പൺ അല്ലല്ലേ, അടച്ചിട്ട് താഴെ മാത്രം. വാദ്യോപകരണമുണ്ട്. ഇത് ഹാർമോണിയം. അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ വന്നിട്ട് തൊട്ട് അടുത്ത് തന്നെ ശ്രീചിത്ര തിരുനാൾ സ്മാരകം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കൂടി കയറിയിട്ട്, അപ്പൊ ആ ടിക്കറ്റ് തന്നെയാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഇത് നമ്മുടെ രാജാവ് ഉപയോഗിച്ചിരുന്ന രഥവും പിന്നെ അവരുടെ ഉടവാള്, അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ പെയിന്റിങ്സ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഇവിടെയാണ്. അവരുടെ രൂപങ്ങളും ഉണ്ട്. ഈ രാജാവ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ രാജഭരണം കഴിഞ്ഞതിന് ശേഷവും പ്രജകളെ അത് വേണ്ട രീതിയിൽ നോക്കിയ ഒരു രാജാവും കൂടെയാണത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് നമ്മൾ പിന്നെ ഇവിടെയൊക്കെ ചുറ്റും നടന്നൊന്ന് വീഡിയോ ഒക്കെ എടുത്ത്, ഫുള്ളൊന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന അത്രത്തോളം വീഡിയോ ഒക്കെ ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് എടുത്തു കേട്ടോ. മീനുകുട്ടി പിണങ്ങി നിൽക്കണതേ പോവാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ നിൽക്കണത് കൊണ്ട്. നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇത്തിരി നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട്, അതുപോലെ നല്ല എന്താ പറയുക, ഇഷ്ടം പോലെ പൂവും നല്ല പച്ചപ്പ് നിറഞ്ഞത് കൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്തിരി വീഡിയോ ഒക്കെ എടുത്തതാണ് ഇവിടെ നിന്നിട്ട്. ക്ലീൻ ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടല്ലോ ഇവിടെ, ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ. ഞങ്ങൾ പറയുകയും ചെയ്തു, ഒരു പക്ഷിത്തൂവൽ പോലും ഇവിടെ നിന്ന് കിട്ടിയില്ലല്ലോ എന്ന്. അത്ര ക്ലീൻ ആയിരുന്നു അല്ലേ. വർക്കിംഗ് ഡേ, സ്കൂളൊക്കെ ഉള്ള ദിവസം ആയതുകൊണ്ടായിരിക്കും അല്ലേ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയത് നമ്മളൊരു കല്യാണം. പണ്ട് ഇവിടെ നമ്മളെ ജമന്തി ചെടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? അതിന്റെ ഇടയിലൊക്കെ ഒന്ന് പണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതൊക്കെ മഴയൊക്കെ പൊടിച്ചൊക്കെ വരുമായിരിക്കും അല്ലേ അതൊക്കെ. ഇതെല്ലാം കഴിഞ്ഞപ്പോ പുറത്തൊന്ന് നടന്നങ്ങ് എല്ലാരും വന്ന് ഉടനെ ഫോട്ടോ ഹിന്ദിയിൽ അതിനകത്ത് എന്തോ വാർത്തയാണെന്തോ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബെഞ്ചും ഒക്കെ സൗകര്യമുണ്ട്. പിന്നെ കുടിവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് പൈപ്പ്, നല്ല ശുദ്ധീകരിച്ച വെള്ളമൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് സൗകര്യമാണ്. ഇത് മറ്റേ നമ്മുടെ അവിടുത്തെ വേറെ പാർക്ക് സെറ്റ് കണ്ടതാ. അവിടെ എന്താണെന്നുള്ള തിരക്കിട്ട് കാണാനുള്ളതാണെങ്കിൽ നമ്മൾ കണ്ടിട്ട് ഇടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. മനുഷ്യൻ നിങ്ങൾ ചെയ്തു നാളെ വാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. വോളിയൊക്കെ